ബീഹാറിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ എൻഡിഎക്ക് വോട്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പുതിയ അഭിപ്രായ സർവേ. അതേസമയം സംസ്ഥാനത്തെ പുരുഷന്മാർ ആർജെഡി നേതൃത്വം നൽകുന്ന മഹാഗത്ബന്ധൻ അധികാരത്തിലെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മെയ് ആദ്യവാരം പുറത്തുവന്ന ഇൻസൈറ്റ് അഭിപ്രായ സർവേയിലാണ് ഈ ഫലം. ഒരു മാസം നീണ്ടുനിന്ന സർവേ സംസ്ഥാനത്തെ 243ൽ 194 മണ്ഡലങ്ങളിലായാണ് നടന്നത്. സംസ്ഥാനത്തെ യുവത്വം എൻഡിഎക്ക് വോട്ട് ചെയ്തേക്കാം. പക്ഷേ മുഖ്യമന്ത്രിയായി യുവജനങ്ങളിലെ ഭൂരിപക്ഷം പേരും ആർജെഡിയുടെ തേജസ്വി യാദവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 18 മുതൽ 29 പ്രായത്തിനിടയിലുള്ളവരിൽ 44.6% പേർ എൻഡിഎക്ക് വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. 39.5% പേർ മഹാഗത്ബന്ധൻ വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടു. പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് 0.76% പേർ മാത്രമാണ് അഭിപ്രായപ്പെടുന്നത്. 42% പേർ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി കാണാൻ ഇഷ്ടപ്പെടുന്നു. 27.7% പേർ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു. അതേസമയം 60.4% സ്ത്രീകൾ എൻഡിഎക്ക് വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടു. 28.4% സ്ത്രീകളാണ് മഹാഗത്ബന്ധന് വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. 45% സ്ത്രീകൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നു. 31% സ്ത്രീകൾ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചു. അതേസമയം 45.8% പുരുഷന്മാർ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ട്. ആകെ നോക്കുമ്പോൾ തേജസ്വി യാദവിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ. 39% പേരാണ് തേജസ്വി യാദവിനെ പിന്തുണയ്ക്കുന്നത്. ഏതാണ്ട് 34% പേരാണ് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നത്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജെഡിയു നേതൃത്വം നൽകുന്ന എൻഡിഎയും ആർജെഡിയും കോൺഗ്രസും ഇടതുകക്ഷികളും നേതൃത്വം നൽകുന്ന മഹാഗത്ബന്ധനും തമ്മിലാണ് പ്രധാന പോരാട്ടം. അതേസമയം കഴിഞ്ഞ 5 മാസത്തിനിടെ 4 തവണയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിലെത്തിയത്. 2 കാരണങ്ങളാണ് ഇതിനു പിന്നിൽ. ഒന്ന്, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഊർജ്ജസ്വലരാക്കുക. 2, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ മഹാഗത്ബന്ധനിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ വാങ്ങിയെടുക്കുക. 40ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ഇത്തവണ നൽകില്ലെന്ന് നേരത്തെ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ആർജെഡി പറഞ്ഞിരുന്നു. 2020ൽ 70 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇതിൽ 19 സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. സഖ്യത്തിലെ ഇടതുകക്ഷികൾ 29ൽ 16 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച 70 സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് നൽകില്ലെന്ന ആർജെഡി നേതാവും പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവിന്റെ വാക്കുകൾ രാഹുലിന്റെ മനസ്സിലുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഗോതയിൽ കോൺഗ്രസിന് പ്രാധാന്യമുണ്ടെന്ന അവസ്ഥയുണ്ടാകണം. അതിനുവേണ്ടിയാണിപ്പോൾ രാഹുലിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെ ബീഹാറിലേക്ക് തുടർച്ചയായി വരാൻ രാഹുൽ ശ്രമിക്കുകയുമാണ്. യുവ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പാർട്ടി എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ എല്ലാ ശ്രമങ്ങളും.